ഇപ്പോൾ ആപ്പിൾ ഐഫോൺസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നതായിരിക്കും. ഇവിടെ താഴെ നമുക്ക് കുറച്ച് സജഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു സജഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സജഷൻസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സജഷൻസ് നമുക്ക് എനേബിളും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സജഷൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വരും. അതുപോലെ തന്നെ സ്പേസ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അടിക്കാൻ ചാൻസ് ഉള്ള വാക്ക് ഇവിടെ വരുന്നതായിരിക്കും. അപ്പം അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ലാവുന്നതായിരിക്കും. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതും ആണ്. എന്തായാലും ഇത് എങ്ങനെ എനേബിൾ അല്ല എന്നുള്ളതിൽ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കീബോർഡിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ താഴെ ആ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അത് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ അടിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് എന്നുള്ള ഫീച്ചർ ഓൺ അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.